ഒട്ടുമിക്ക സ്ത്രീകളിലും അവരുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവം. ഇന്ന് 25 അല്ലെങ്കിൽ 30% വരെ ഗൈനക്കോളജിക്കൽ കേസിൽ അമിത രക്തസ്രാവം ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ട് അല്ലെങ്കിൽ പീരീഡ്സിന്റെ ഫ്ലോ നോർമൽ അല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? നോർമലി നമുക്ക് പീരീഡ്സിൽ പോകുന്ന ബ്ലഡിന്റെ അളവ് എന്ന് പറയുന്നത് 20 മുതൽ 80 ml വരെയാണ്. അപ്പം 20-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്കാൻറ്റി ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ 80 ml എബോവ് ആണെന്നുണ്ടെങ്കിൽ ഓവർ ബ്ലീഡിംഗ് ആയിട്ടും കൺസിഡർ ചെയ്യും. പീരീഡ്സിന്റെ സൈക്കിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 21 to 35 ഡേ സൈക്കിൾ, അതായത് എല്ലാ 21 ഡേയ്സിലും നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എല്ലാ 35 ഡേയ്സിലും നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ ഇത് നോർമലാണ്. അതല്ലാതെ അതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൽ കുറവായിട്ട്, അതായത് 21 ഡേ സൈക്കിൾ നിങ്ങൾക്ക് പീരീഡ്സ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ 2 തവണ പീരീഡ്സ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഓവർ ബ്ലീഡിംഗ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. 2 മണിക്കൂർ ഇടവിട്ട് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അതായത് ഒരു ദിവസം നമ്മളൊരു 4 പാഡ് അല്ലാതെ അതിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഓവർ ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 2 പ്രാവശ്യത്തിൽ കൂടുതലായിട്ട് അത് റീയൂസ് ചെയ്യേണ്ടി വരിക. അതുപോലെ നോർമൽ പീരീഡ്സിന്റെ ഡേയ്സ് എന്ന് പറയുന്നതും ഓരോ വുമൻസിനും ഡിഫറെന്റ് ആണ്. 4 to 7 ഡേയ്സ് നോർമലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അതിൽ കൂടുതലായിട്ട് 7 ഡേയ്സിൽ മോർ ആയിട്ട്, അതായത് 10 ദിവസം 15 ദിവസം നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ആയിട്ട് വരിക, അത്രയും ഹെവി ഫ്ലോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓവർ ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. നൈറ്റ് ടൈമിൽ കൂടുതലായിട്ട് ഫ്ലോ എന്ന് ഇടയ്ക്ക് എണീറ്റ് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അതുപോലെ പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് ക്ലോട്ട്സ് ഉള്ള ഫ്ലോ ആയിരിക്കുക. പീരീഡ്സിന്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള തളർച്ചയും ക്ഷീണമൊക്കെ അനുഭവപ്പെടുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അമിത രക്തസ്രാവമായിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ്. അമിത രക്തസ്രാവം വരുന്ന സമയത്ത് നിങ്ങൾ ഹോം റെമഡീസും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് അമിതമായിട്ടുള്ള ക്ഷീണത്തിലേക്കും തളർച്ചയിലേക്കും ലീഡ് ചെയ്യും. അതുപോലെ ഹെമറജിക് ഷോക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് കാരണം എന്നുള്ള റൂൾ ഔട്ട് ചെയ്തിട്ട് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വേണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അമിത രക്തസ്രാവം വരുന്നത്? യൂട്രസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും യൂട്രസിന്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉണ്ടാവും. അതായത് യൂട്രസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ യൂട്രസിൽ ദശവളർച്ച, അതായത് പോളിപ്പ്, അത് നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് ക്ലോട്ട്സ് വരാനൊരു കാരണമാണ്. അതുപോലെ തന്നെ യൂട്രസിൽ ഉണ്ടാവുന്ന കോശങ്ങൾ പുറത്ത് കാണുന്ന അവസ്ഥ, അതിനെ നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അത് ഓവറിയിൽ വന്നാലുള്ള അവസ്ഥയാണ് ചോക്ലേറ്റ് സിസ്റ്റ്. അതുപോലെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ്, യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക, ഇതൊക്കെ അമിത രക്തസ്രാവത്തിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. യൂട്രസിൻ്റെതല്ലാതെ ഹോർമോണൽ കോസുകൾ കാരണവും ഇതുണ്ടാവും. അതായത് PCOD പോലെയുള്ള അസുഖങ്ങൾ. PCODയിലൊക്കെ ഈസ്ട്രോജന്റെ അളവ് കൂടുകയും ഈസ്ട്രോജന്റെ അളവ് കൂടിയിട്ട് അത് നമ്മുടെ യൂട്രസിന്റെ പേശികൾ, അതായത് യൂട്രസിന്റെ ലൈനിങ്സ് കട്ടിവെക്കാൻ കാരണമാകുകയും ചെയ്യും. അപ്പൊ അത് ഓവർഫ്ലോയിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തൈറോയ്ഡ് ഹോർമോൺസിലെ വ്യതിയാനങ്ങൾ, അമിതവണ്ണമുള്ള ആൾക്കാരിലും ഈസ്ട്രോജന്റെ അളവിലോ അല്ലെങ്കിൽ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ ഉള്ളത് കാരണം ഓവർഫ്ലോ ഉണ്ടാവും. കാലങ്ങളായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടും വരാറുണ്ട്. അതുപോലെ പീരീഡ്സ് ആദ്യമായിട്ട് ആവുന്ന കുട്ടികളിൽ ആദ്യത്തെ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ഹോർമോൺസ് ഒന്നും റെഗുലർ അല്ലാത്തത് കൊണ്ടും പീരീഡ്സ് റെഗുലർ ആയിട്ട് നടക്കാത്തതുകൊണ്ടും അതിന്റെ കൂടെ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ജനറ്റിക്സിൽ എന്തെങ്കിലും ബ്ലഡ് ഡിസോർഡേഴ്സ്, അതായത് ബ്ലീഡിങ് കൂട്ടുന്നതായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലും പീരീഡ് സമയത്ത് അമിത ഫ്ലോ ഉണ്ടാവാറുണ്ട്. അതേപോലെ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള വുമൻസിൽ ഓവർ ബ്ലീഡിംഗ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്രൈൻ ക്യാൻസറിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പീരീഡ്സ് ഒക്കെ റെഗുലർ ആണ്, ഫ്ലോയും റെഗുലർ ആണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു അമിത രക്തസ്രാവമായിട്ട് വരിക, അതായത് പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അമിത രക്തസ്രാവമായിട്ട് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു മിസ്ഡ് പ്രഗ്നൻസി ആവാനാണ് ചാൻസ്. അബോർഷൻ ആയിട്ടാവാം അങ്ങനെ പെട്ടെന്ന് ഫ്ലോ ഉണ്ടായത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരണമാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. SBയുടെ കുറവ്, അയണിന്റെ കുറവൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുക. കാരണം അമിത ക്ഷീണോ തളർച്ചയോ ഒക്കെ ചിലപ്പം SB കുറഞ്ഞതുകൊണ്ടായിരിക്കും. അതുപോലെ നമ്മൾ യൂട്രസിന്റെ ഒരു സ്കാനിങ് ചെയ്യുക. പിന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ സംബന്ധമായിട്ടുള്ളതാണോ എന്നറിയാൻ വേണ്ടി തൈറോയിഡിസം, അതായത് ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TSH പോലെയുള്ള ഹോർമോൺസ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പീരീഡ് സമയത്ത് നിങ്ങൾ ഓവർ ബ്ലീഡിങ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോം റെമഡീസ് ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനും കാര്യങ്ങളും എടുക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് കറക്ഷൻ ആണ്. അതായത് നമ്മൾ അയൺ സപ്ലിമെന്റ്സ് എടുക്കുക. അയൺ കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് ഇലക്കറികൾ, പച്ചക്കറികൾ, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജന്റെ അളവ് കൂട്ടാത്ത ഭക്ഷണങ്ങൾ. അത് കൂട്ടുന്ന ചില ഭക്ഷണങ്ങളാണ് നമ്മൾ പൊരിച്ചതും അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഈസ്ട്രോജൻ ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പം അത് മാക്സിമം ഒഴിവാക്കുക. അമിത രക്തസ്രാവത്തിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുക. ഹോമിയോപ്പതിയിൽ ഓവർ ബ്ലീഡിങ്ങിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. കൂടുതൽ സംശയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കമന്റിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ബൈ ഫ്രം ഡോക്ടർ മൂസിന, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശേരി, മലപ്പുറം.